നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ പറയാൻ പറ്റി. അപ്പോൾ ഞാൻ പൂർവാധികം ശക്തിയെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതായത് പൂരിയുടെ കൂടെ കഴിക്കുന്ന പൊട്ടറ്റോ മസാലയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്ര നാളായിട്ട് വീണ ചേച്ചി ഇത് ചെയ്തിട്ടില്ലേ എന്നുള്ള കാര്യം അല്ലേ? അതെ, ഞാൻ ചെയ്തിട്ടില്ല. അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായത്, ഓർമ്മ വന്നത് സത്യം പറയുകയാണെങ്കിൽ. ഇതിന് മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ബാച്ചിലർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ ഭാജിയാണ്. അതായത് കുക്കറിലൊക്കെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കുന്ന കറി. അതും അടിപൊളിയാണ് കേട്ടോ. അത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് പൊട്ടറ്റോ മസാല തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഭാജി ഉണ്ടാക്കാൻ തുടങ്ങാം. അതായത് നമ്മൾ പൂരിയുടെ കൂടെ കഴിക്കുന്ന ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈസി വെർഷൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. തിരക്കുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഈസി വെർഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വളരെ ടേസ്റ്റിയാണ്. അതേസമയം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ് ഈ ഭാജിയുടെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ സാധാരണ രീതിയിൽ ഈ പൊട്ടറ്റോ തൊലി കളയില്ല. ആദ്യമേ തന്നെ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് ഒരു 4 കഷ്ണമായിട്ട് മുറിക്കും ഓരോ പൊട്ടറ്റോനെ. അതിനുശേഷം കുക്കറിൽ വേവിക്കും. പിന്നെ അതിൻ്റെ ചൂടാറിയതിന് ശേഷമാണ് അതിൻ്റെ തൊലിയൊക്കെ കളയാറുള്ളത്. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ ആദ്യം തന്നെ തൊലി കളഞ്ഞിട്ട് കുക്ക് ചെയ്യാനാണ്. അപ്പോൾ പിന്നെ നമുക്ക് അത്ര സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതേസമയം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ, വിരോധമൊന്നുമില്ല. ഞാൻ എന്തായാലും തൊലി കളഞ്ഞതിന് ശേഷമാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ തൊലി പീൽ ചെയ്തെടുക്കാം. ഒരു പീലറോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി കളയാം. പൊട്ടറ്റോൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ പൊട്ടറ്റോ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. ഒരുപാട് അങ്ങ് ചെറുതാക്കാൻ നിൽക്കണ്ട. എൻ്റെ പിള്ളേർക്ക് ഇങ്ങനെ കഷ്ണങ്ങൾ കാണണം. അതുകൊണ്ട് ഞാൻ ഓവറായിട്ട് അങ്ങ് ചെറുതാക്കാറില്ല. ഒരു മീഡിയം സൈസ് പീസസ് ആയിട്ട് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. ഇന്ന് അവയ്ക്ക് സ്റ്റഡി ലീവാണ്, നാളെ മാത്സാണ്. അപ്പോൾ അവനെ എനിക്കും വിളിക്കണം പൂരി ഭാജി റെഡിയാക്കണം. ഓക്കെ, അപ്പോൾ പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലോട്ട് നമുക്ക് ഈ പീസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഓവർ ഉപ്പിടണ്ട, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇനിയും ഇത് കുക്കാവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആദ്യം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യാം. കുറച്ച് കഷ്ണങ്ങൾ ഇങ്ങനെ കടിക്കാൻ കിട്ടണം, അതാണ് അതിൻ്റെ രീതി. അപ്പോൾ നമുക്ക് ഒരു വിസിൽ കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യാം. നമുക്ക് പൊട്ടറ്റോ കുക്കാവുമ്പോഴേക്കിനും ഇതിലേക്ക് വേണ്ട സവാളയൊക്കെ വഴറ്റണം. അപ്പോൾ ഞാൻ പൊട്ടറ്റോ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കടായി എടുക്കാം. അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്താണ് പ്രിഫറൻസ് അതുപോലെ ചെയ്തോളൂ കേട്ടോ. പക്ഷേ നല്ലെണ്ണ ഒന്നും നമ്മൾ സാധാരണ രീതിയിൽ ഒലിവ് ഓയിലോ നല്ലെണ്ണയൊന്നും ഉപയോഗിക്കാറില്ല. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഓയിലൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. തീ നമുക്കിനി കുറയ്ക്കാം, ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല കേട്ടോ ഉഴുന്ന് പരിപ്പ്, പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നുണ്ട് ഉഴുന്ന് പരിപ്പ്, അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഒരു 3 വറ്റൽമുളക് ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു സവാള നീളത്തിലരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത്, വളരെ നൈസാക്കി അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇത് നമുക്ക് സാധാരണ പറയുന്ന പോലെ ബ്രൗൺ ഷെയ്ഡ് ആവാൻ നിൽക്കരുത്. ജസ്റ്റ് ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി. ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി ഈ സവാള, അല്ലാതെ ബ്രൗൺ കളർ ആവാൻ നിൽക്കരുത് കേട്ടോ. അത് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. കാരണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇടുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. ആ സോഫ്റ്റ്നെസ് അങ്ങ് പോകും. സോഫ്റ്റ്നെസ് ഇല്ലെങ്കിൽ നമ്മളുടെ സവാള ടേസ്റ്റ് ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഈ കറിയിൽ ചെറിയ തീയിൽ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ സംഭവം.
അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ നമ്മൾ പല റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴും ഈ പൂരി ഓർഡർ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് അല്ലേ. പക്ഷേ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിരിക്കും. മിക്ക തമിഴ് റെസ്റ്റോറൻറ്റിൽ പോകുമ്പോഴും ഞാൻ ഓർഡർ ചെയ്യുമ്പോൾ ഈ പൂരി ഭാജി എന്ന് പറയുമ്പോൾ ഈ ഭാജി വളരെ ഡ്രൈ ആയിട്ടുണ്ടാവും. പക്ഷെ ഞാനൊക്കെ കഴിച്ച് പഠിച്ചിരിക്കുന്നത്, ഞാൻ ചെറുപ്പത്തിലെ ബോംബെയിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്, പിന്നെ എൻ്റെ അമ്മ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ്. അപ്പോൾ അത് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം മാത്രമല്ല ഈ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് താമസിക്കുന്ന മെസ്സിലൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ലൂസായിട്ട് ഈ കറി ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതലും മെമ്പേഴ്സിന് നമുക്ക് സെർവ് ചെയ്യാനും പറ്റും, ടേസ്റ്റോട് കൂടി കഴിക്കാനും പറ്റും. എൻ്റെ വീട്ടിലൊക്കെ പിള്ളേർക്ക് എപ്പോഴും ഇച്ചിരി ലൂസായിട്ടുള്ള കറി തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ കറി ഇന്ന് ചെയ്യുന്നത്. പിന്നെ പച്ചമുളകിൻ്റെ എണ്ണം, പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ 1 പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതിയാവും. ജസ്റ്റ് വാടി വരുന്നുണ്ട്. ഇഞ്ചി ആണെങ്കിലും വളരെ കുറച്ച് ഇടാനേ പാടുള്ളൂ, ഒരുപാടൊന്നും ഇടാൻ പാടില്ല. നന്നായി വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുള്ളൂ. അതിനൊരു വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ സവാളയെ നന്നായിട്ട് ശരിയായിട്ടുണ്ടാവും. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടാൻ പാടില്ല, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒരു കളർ മാത്രം മതി. മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് വരും. എന്നിട്ട് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതെപ്പോഴും ശ്രദ്ധിക്കണേ. ഇവിടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ ആ പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായി തിളക്കട്ടെ. ആ ഒരു സവാളയൊക്കെ നന്നായിട്ടൊന്ന് ഇതിൽ കിടന്ന് കുക്കാവട്ടെ. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ റെഡിയാവും. പൊട്ടറ്റോയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനത് കുറച്ചധികം സമയം ഇതിലിട്ട് തിളപ്പിക്കും. അപ്പോഴാണ് ആ പൊട്ടറ്റോൻ്റെ ആ ടേസ്റ്റ് ഇതിലോട്ട് കംപ്ലീറ്റ് ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുള്ള ഭാജി ആവുക. അതേസമയം നിങ്ങൾക്ക് ഇപ്പോൾ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓഫീസിലൊക്കെ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലും തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഒരു അല്പം കോൺഫ്ലവർ കലക്കി ഒഴിച്ചാൽ മതി. അപ്പോഴും പെട്ടെന്ന് തന്നെ നമ്മുടെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മാറും. പക്ഷേ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ തന്നെ ഇട്ട് നന്നായിട്ട് തിളപ്പിക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ പോവാണ്. ഞാൻ മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ നിന്ന് നന്നായി തിളക്കട്ടെ. ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ ഓപ്പൺ ചെയ്യാൻ പറ്റും. നമ്മുടെ സവാള നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം കേട്ടോ. പൊട്ടറ്റോ നന്നായി കുക്കായിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ, കുറച്ച് പൊട്ടറ്റോൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഈ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഉടയ്ക്കാൻ പാടില്ല, കുറച്ച് കഷ്ണം മാത്രം ഉടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടും, ആ ഗ്രേവി ഇച്ചിരി തിക്കായിട്ട് മാറുകയും ചെയ്യും. ഇപ്പം ഇങ്ങനെ ഒട്ടും യോജിക്കാത്ത പോലെ കിടക്കുന്നുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് യോജിച്ചോളും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്ത് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് തിളപ്പിച്ചെടുക്കണം. അതേസമയം ഞാൻ പറഞ്ഞ പോലെ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് തിളച്ചതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് അങ്ങ് ഒഴിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതങ്ങ് തിളക്കട്ടെ മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഞാനിതിൻ്റെ ഉപ്പ് രസമൊക്കെ ഒന്ന് നോക്കട്ടെ, ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. കറക്റ്റ് ഉപ്പാണ്. കാരണം നമ്മൾ പൊട്ടറ്റോയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ സവാളയിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഉപ്പിൻ്റെ ആവശ്യമില്ല, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കും. നിർബന്ധമൊന്നുമില്ല കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷേ ആ പഞ്ചസാര ഇടുമ്പോൾ ഈ പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു നുള്ള് മാത്രം, ഓവറായിട്ട് ഇടാൻ പാടില്ല. ചെറിയ സ്പൂണിൽ ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 5-10 മിനിറ്റ് ഇത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്കൊന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട്. ഇനി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യുകയാണേ. ഞാൻ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കുകയാണ്. ഞാൻ ഫൈനലി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ തണുക്കുമ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടാവും, പക്ഷേ തണുക്കുമ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. എരിവും ഉപ്പും ഒക്കെ പാകമാണ്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ മല്ലിയില ഇടുമ്പോൾ ഈ പ്രത്യേക ഒരു ഫ്ലേവർ വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി റെഡിമണി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പൂരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവി എനിക്ക് വന്നിട്ടുണ്ട്, അവന് കൊടുക്കണം. അസലായിട്ടുള്ള പൂരി. നമ്മുടെ പൂരി റെസിപ്പി കാണാത്തവർ കാണാൻ മറക്കരുത്. പക്ഷേ ഞാനിപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ എന്താണെന്നറിയാമോ, ഞാൻ അതിൽ മൈദ ചേർക്കാറില്ല, വെറും ആട്ടയും റവയും മാത്രം ചേർക്കാറുള്ളൂ. അപ്പോൾ പൂരി വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾ മൈദ ചേർക്കേണ്ട, ബാക്കിയുള്ള സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി കേട്ടോ. നല്ല ഗുണ്ടുമണി പൂരികളായിട്ടുണ്ട്, അങ്ങനെ അസലായിട്ടുള്ള കറിയും ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഫോട്ടോ എടുത്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാ ഇപ്പോൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് കൊണ്ടുവന്നു. നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി കണ്ട
ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് മാറിയിട്ടുണ്ട്. കുറച്ചും ഇപ്പോഴും ചൂടുണ്ട്, എന്നിട്ട് പോലും ഇത്തിരി കട്ടിയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല, ലൂസായിരിക്കുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസി വരുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പണ്ടേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് മാറും, അപ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. ഓക്കെ, ചെറുതായിട്ട് ചാറ്, സെമി മീഡിയം കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നിങ്ങൾ പറയില്ലേ വീൺ ചേച്ചി എന്താ ടേസ്റ്റ് ചെയ്യാണ്ടിരുന്നേ, ഞാൻ ഓയിലി ഫുഡൊക്കെ കുറച്ചിരിക്കുകയാണ്, എന്നാലും ഒരു പൂരി കഴിക്കും. പൂരിയുടെ വീഡിയോ കാണാൻ മറക്കരുത്. ഞാൻ പറഞ്ഞ പോലെ മൈദ ഉപയോഗിക്കേണ്ട, അല്ലാണ്ട് ബാക്കിയുള്ള സെയിം പ്രൊസീജിയർ ചെയ്താൽ മതി. അല്ല, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടിപൊളിയായിട്ടുള്ള നമ്മുടെ പൂരി ബാജി. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു. ഇന്നത്തെ സ്കൈ കണ്ട എന്ത് ഭംഗിയാ നോക്കൂ. കണക്കുണ്ടോ തൊട്ടിന്? ഇന്ന് ലാസ്റ്റ് എക്സാം അല്ലേ ഒന്നുമില്ല? ഹാപ്പി? കോൾഡാ? രാവിലത്തെ സഞ്ചാരം, ഒരു മോർണിംഗ് വാക്ക്. കുറേ ദിവസമായി പുറത്തിറങ്ങിയിട്ട്, വയ്യാത്ത കാരണം വീടിനുള്ളിൽ തന്നെ അടഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ട് വരാം, ഒന്ന് ഉഷാറാവട്ടെ എന്ന് വിചാരിച്ചു. പൂരി ഭാജി ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ പൊട്ടറ്റോ ഇല്ല. പിന്നെ കടയിൽ പോയി 1 കിലോ പൊട്ടറ്റോ കൂടെ വാങ്ങിക്കണം. പൊട്ടറ്റോ വാങ്ങിച്ചു, ഇനി വീട്ടിൽ പോവാണ്. എന്താ ഭംഗിയില്ലേ ആകാശം കാണാൻ, ക്യാമറയിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ട് കേട്ടോ റിയൽ ആയിട്ട്.